മലപ്പുറത്തെ തളി മഹാക്ഷേത്രം എവിടെ? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന് എന്തുപറ്റി? പൊന്നാനി താലൂക്കിലെ മാറഞ്ചേരി വില്ലേജിലെ കാഞ്ഞിരമുക്കിൽ സ്ഥിതി ചെയ്തിരുന്ന കാഞ്ഞിരമുക്ക് തളി മഹാക്ഷേത്രം ജിഹാദികൾ കയ്യേറി മുസ്ലിം പള്ളിയാക്കിയിരിക്കുന്നു. അതിനെതിരെ ട്രസ്റ്റ് രൂപീകരിച്ച കേസ് ഹൈക്കോടതിയിൽ ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിന്റെ വിശദ വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആദ്യ പാർട്ടായി ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്നു. അതിന്റെ ഫോളോ അപ്പിലേക്ക് പ്രസ്തുത കേസ് ഹൈക്കോടതിയിൽ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന വക്കീലായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് വക്കീലിന്റെ വെളിപ്പെടുത്തലിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. ഇത് പാകിസ്ഥാൻ അല്ല, ഇന്ത്യയാണ് എന്ന് ജിഹാദികൾ മനസ്സിലാക്കണമെന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. ഒരു കള്ളരേഖയുണ്ടാക്കി തളി ക്ഷേത്രം ഇരുന്നിരുന്ന സ്ഥലം വഖഫ് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഇവിടെ ഉള്ളതെന്നും ക്ഷേത്രഭൂമി ഇരുന്നിരുന്ന സ്ഥലം നിയമപരമായി പോരാട്ടത്തിലൂടെ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും എന്നും അദ്ദേഹം പറഞ്ഞു. ഈ അടുത്ത കാലത്ത് വരെ രുദ്രമഹാളി ക്ഷേത്രത്തിലെ പറ എഴുന്നള്ളിപ്പ് തളി ക്ഷേത്രത്തിൽ വന്നാണ് തിരികെ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നത് എന്നും നിലവിൽ ഹൈക്കോടതിയിൽ പ്രസ്തുത കേസ് വാദിക്കുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം, അതായത് തളിയിലെ അമ്പലപ്പറമ്പ് എന്നാണ് ഈ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ, അതായത് ബേസിക് റവന്യൂ റെക്കോർഡിൽ തളിയിലെ അമ്പലപ്പറമ്പ് എന്നാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം അതിനകത്ത് ഊരാളനായിട്ട് കാണിച്ചിരിക്കുന്നത്, എൻ്റെ ഭൂമിയുടെ ഉടമസ്ഥനായിട്ട് കാണിച്ചിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ഊരാളൻ കോഴിക്കോട് മാനവിക്രമ സാമൂതിരി മഹാരാജാവ്. അപ്പോൾ അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു തളിയിലെ അമ്പലപ്പറമ്പ്. ഇത് അടുത്ത കാലം മുമ്പ് വരെ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടവരുണ്ട്. പക്ഷെ വളരെ പെട്ടെന്നാണത് ഈ പറഞ്ഞ മാതിരി കയ്യേറി എന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നത് തന്നെ. മതിൽ കെട്ടി തിരിച്ച് അവിടെ എന്തൊക്കെയോ പണി തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് തന്നെ. നമ്മൾ ഇമ്മീഡിയറ്റ്ലി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു വളരെ പെട്ടെന്നാണ് ഈ കൺസ്ട്രക്ഷൻ മുകളിലേക്ക് വന്നത്, വളരെ പെട്ടെന്നാണ്. അപ്പോൾ അവിടെ ഈ ആൾക്കാർ ഇതിൻ്റെ എൻ്റെ ഭക്തജനങ്ങളൊരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ക്ഷേത്രത്തിൽ നിലനിന്നിരുന്നത് കണ്ടവർ ധാരാളം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അടുത്തിടെ വരെ വളരെ കുറച്ച് നാൾ മുമ്പ് വരെ രുദ്രമഹാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ പറ അവിടെ വന്ന് എഴുന്നള്ളിപ്പോൾ അവിടെ പോയിട്ടാണ് തിരിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ മതിൽ കെട്ടി അടച്ചതിന് ശേഷമാണ് അതും നിന്നത്. അതിൻ്റെ ധാരാളം ചിത്രങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തവണയും എല്ലാം കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമൊക്കെ ആ മതിലിൻ്റെ അവിടം വരെ പോയിട്ട് ഇപ്പോൾ തിരിച്ചു പോകുന്നുണ്ട് ആ ചടങ്ങ് നിർവഹിക്കാനായിട്ട്. പക്ഷെ അകത്തേക്ക് കയറാൻ ഒക്കില്ല, അത് ജിഹാദികൾ കയ്യേറി. ഒരു ട്രസ്റ്റാണ്, ഒരു ട്രസ്റ്റിൻ്റെ പേര് കറക്റ്റായിട്ട് പറഞ്ഞാൽ മൗനത്തുൽ ഇസ്ലാം സഭ. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ ഈ പണി ഏകദേശം തീരാറായി, ഒരു പള്ളിയും എല്ലാം പണിയൊക്കെ തീരാറായി. പക്ഷെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരൊരു ട്രസ്റ്റിൻ്റെ ഒരു കെട്ടിടം കെട്ടാനാണ്, പള്ളിയൊന്നും കെട്ടാനല്ല അപേക്ഷ. പക്ഷെ എന്നാൽ പോലും ആ അപേക്ഷ അത് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ട് ഫർദർ നടപടികളിലേക്ക് അവർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം പെർമിറ്റ് പോലും കൊടുത്തിട്ടില്ല. പെർമിറ്റ് പോലും കൊടുക്കാതാണ് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിലെ കേസിന് 47-55/2024 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയിലുണ്ട്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇനിയിപ്പോൾ കോടതിയിൽ തീരുമാനമാകുമ്പോഴത്തേക്ക് നമുക്കറിയാം. എല്ലാവരോടും ഇൻസ്ട്രക്ഷനൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. മനസ്സിലായി? ഇവിടെ നിയമമുണ്ട്. ഇവിടെ ഒരിക്കൽ എൻ്റെ ബേസിക് ഇന്ത്യയിലെ നിയമം എന്താണെന്ന് വെച്ചാൽ, ഒരു വസ്തു റവന്യൂ റെക്കോർഡാണ് എൻ്റെ ബേസിക് റെക്കോർഡ്. ആ റവന്യൂ റെക്കോർഡ് അനുസരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും റെക്കോർഡ്, ഏതെങ്കിലും ആധാരമോ മറ്റോ വെച്ച് ഏതെങ്കിലും വെച്ച് ഒരു ഭൂമി ഒരു ദേവന് ഒരു ഡെയ്റ്റിക്ക് ഡെഡിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ ഡെയ്റ്റി പെർപ്പച്വൽ മൈനറാണ്, അതായത് സ്ഥായിയായ മൈനറാണ്. ആ വസ്തുവിന് പിന്നെ വേറെ ആർക്കും അവകാശമില്ല. അതിനകത്ത് എന്ത് ഡോക്യുമെൻറ്റ്, വക്കഫല്ല, ഇനി പാകിസ്ഥാനിൽ നിന്ന് മറ്റേ അവരുടെ ഇത് കൊണ്ടുവന്നാലും മെക്കേന്ന് സാധനം കൊണ്ടുവന്നാലും അതിവിടെ ബാധകമല്ല. ആ വസ്തു ഭഗവാന്റെ വസ്തുവായി തന്നെ തുടരും. അതിനകത്ത് എന്ത് ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയാലും അതിനകത്ത് യാതൊരു തരത്തിലും ആ ഡേറ്റയെ ബാധിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഇനി വക്കഫ് എന്നല്ല ഏത് പണ്ടാരം ആധാരം കൊണ്ടുവന്നാലും ഈ വസ്തുവിനെ ബാധിക്കില്ല. അത് നിയമപരമായി നമ്മൾ പോരാട്ടത്തിൽ കൂടെ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. എനിക്കറിയില്ല, നമ്മുടെ കോടതിയുടെ മുമ്പിൽ വരെ ഒന്നും ഇതുവരെ ഹാജരായിട്ടില്ല. നമുക്ക് നോട്ടീസൊക്കെ പോയിട്ടേ ഉള്ളൂ, ഒന്നും ഹാജരായിട്ടില്ല. അവർ വന്ന് എന്താ റെക്കോർഡ് കാണിക്കുന്നത് നോക്കട്ടെ.
കൊണ്ട് വരെ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഒരു ഭാഗത്തു നിന്ന് കേൾക്കുന്നത് മസ്ജിദാണ് പണിയുന്നത്, ഒരു സൈഡിൽ നിന്ന് ഒരു മതപരിവർത്തന കേന്ദ്രമാണ് അവരവിടെ പണിതുയർത്തുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അല്ല, അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, നമുക്ക് അതിനെപ്പറ്റി ഒന്നും വിഷയമല്ല. അവർ തലകുത്തി നിന്നാലും അവിടെ ബോംബ് പൊട്ടിച്ചാലും നമ്മുടെ ദേഹത്തെ കൊള്ളാത്ത രീതിയിൽ അവർ പള്ളിക്കകത്ത് ബോംബ് പൊട്ടിക്കുകയോ തലകുത്തി നിൽക്കുകയോ നമ്മുടെ വിഷയമേ അല്ല. കാരണം നമ്മളെ സംബന്ധിച്ചാൽ നമ്മൾ ആരും ഒരു മതത്തിനെതിരല്ല. അവരുടെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ അതെല്ലാം കെട്ടിടത്തിനകത്ത് നടന്നോട്ടെ, നമുക്കൊന്നും നമ്മുടെ ദേഹത്തേക്ക് കൊള്ളുമ്പോഴേ ഉള്ളൂ പ്രശ്നം. നമ്മുടെ നെഞ്ചത്ത് കയറി ചെയ്യേണ്ട, നമ്മുടെ ക്ഷേത്രഭൂമിയിൽ കയറി ഒരു പരിപാടി അവിടെ നടത്തണ്ട എന്നുള്ള സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചോളം. അപ്പോൾ അവിടുത്തെ പണി ഏകദേശം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരവരുടെ അവിടെ പ്രവർത്തനം ആരംഭിക്കാതിരിക്കാനുള്ള എന്ത് നടപടി? ഇല്ല, അങ്ങനെ അതിലേക്കൊന്നും പോകുന്നില്ല. അവർ പണി നടക്കുന്നതൊക്കെ നടക്കട്ടെ. കോടതിയിൽ കേസ് പരിഗണനയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി കോടതിയുടെ മുമ്പിലാണ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ലെറ്റ് ദ കോർട്ട് ഡിസൈഡ്. ഇവിടെ ക്ഷേത്രഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ, അനധികൃതമായ ക്ഷേത്രഭൂമികൾ ആര് കയ്യേറുള്ളൂ? അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒരു തരത്തിലും അവിടെ വെച്ചുറപ്പിക്കുന്ന പ്രശ്നമില്ല. നമ്മളതിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മൾ പോരാടി, നിയമപരമായി പോരാടി തിരിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. അതിനകത്ത് ഹിന്ദു മതം ജാതിയൊന്നും വിഷയമേ അല്ല. ക്ഷേത്രഭൂമി ഭഗവാന്റെ ഭൂമി ഭഗവാൻ തന്നെ ഉള്ളതാണ്, യാതൊരു തർക്കവും വേണ്ട. ആ നിയമം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നമ്മുടെ നിയമ പോരാട്ടം തുടരുകയാണ് ചെയ്യും. മൗനത്തുൽ ഇസ്ലാം സഭയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം പള്ളി ഉയർന്നു കഴിഞ്ഞപ്പോൾ അവിടെ മതിൽ കെട്ടി പൊക്കിയപ്പോഴാണ് ഈ പറ എഴുന്നള്ളിപ്പ് അവസാനിപ്പിച്ചതെന്നും അതിന്റെ ധാരാളം ചിത്രങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്തെ തളി മഹാക്ഷേത്രം എവിടെ എന്ന വാർത്ത ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി അതിനൊട്ടേറെ തെളിവുകളും വിവരങ്ങളുമായി ഫോളോ അപ്പുകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. ഇതിനു പുറകെ ഞങ്ങൾ ഉണ്ടാകും. തീർച്ചയായും ഇതിനൊരു ഉത്തരം കിട്ടുന്നത് വരെ. സോ സ്റ്റേ ട്യൂൺഡ്.